ഉസ്താദേ, ഈ എൻഗേജ്മെന്റ് നടക്കുമ്പോ ഐഫോൺ കൊടുക്കൂലേ, അതെന്തിനാ? ഐഫോൺ കൊടുക്കണുണ്ടോ? കൊടുക്കണ്ടല്ലേ? എന്തിനാ ഐഫോൺ കൊടുക്കണ? എന്തിനാ? ട്രെൻഡാണല്ലോ. എന്തിനാ ഐഫോൺ കൊടുക്കണ ശരിക്കും? സംസാരിക്കാൻ അല്ലേ? അങ്ങനെ സംസാരിക്കാൻ പാടുണ്ടോ? പാടില്ലേ? അതായത് നമ്മൾ പെണ്ണ് കാണുമ്പോൾ പെണ്ണിനോടൊന്ന് സംസാരിക്കാം. ശരി, എനിക്ക് തൃപ്തിയായില്ല, ഒന്നുകൂടെ കാണണോ, നമുക്ക് വീണ്ടും കണ്ട് സംസാരിക്കാം. നമുക്കിഷ്ടമായി കഴിഞ്ഞാൽ പിന്നെ നിക്കാഹ് വരെയുള്ള അന്യ ആണും പെണ്ണുമായി നിൽക്കുന്നിടത്തോടുള്ള സംസാരമൊക്കെ എന്താണ്? ഹറാമാണ്. അത് ഫോൺ ത്രൂ ആണെങ്കിലും നേരിട്ടാണെങ്കിലും അതൊക്കെ നിഷിദ്ധാണ്. ഈ നിഷിദ്ധമായ സംസാരങ്ങളൊക്കെ അധികമായി പിന്നീട് നമ്മൾ വിവാഹ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ പടച്ചോന്റെ ഒരു ബറക്കത്ത് അവിടെ ഉണ്ടാവില്ല. ബറക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഹാപ്പിനെസ് ഈസ് നോട്ട് പ്ലഷർ, ഹാപ്പിനെസ് ഈസ് പീസ്. സമാധാനമാണ് ഈ ബറക്കത്ത് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ പ്രണയ വിവാഹത്തിൽ ഇപ്പം നമ്മുടെ മുമ്പിൽ കൗൺസിലിങ്ങിന് വരുന്ന മോർ ദാൻ 80% ആളുകളും പ്രണയ വിവാഹത്തിൽ ഭയങ്കര അടിപൊളിയായി പ്രണയിച്ചൊക്കെ കല്യാണം കഴിച്ചവരാണ്. പക്ഷേ ഒരു സ്റ്റേജ് ഹണിമൂൺ പീരീഡൊക്കെ കഴിഞ്ഞൊരു സ്ട്രഗ്ലിംഗ് പീരീഡിലേക്ക് വന്നപ്പോൾ ജീവിതത്തിന്റെ താളം തെറ്റാൻ തുടങ്ങി. എന്തേ? ആരുടെ ബറക്കത്തില്ല? അള്ളാന്റെ ബറക്കത്തില്ല. അപ്പോൾ നമ്മൾ വിവാഹം എന്ന് പറയുന്നത് പരിശുദ്ധമായൊരു സംഗതിയാണ് അല്ലേ? അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള അള്ളാന്റെ ഒരു ഇബാദത്ത്, മുത്തുനബിയുടെ സുന്നത്താണ്, അത് അള്ളാഹ്ക്കുള്ള ഒരു ഇബാദത്താണ്. ആ ആരാധനയിലേക്ക് കളങ്കമില്ലാതെ കടക്കുമ്പോഴാണ് ബറക്കത്ത് ഉണ്ടാവുക. നമ്മൾ കല്യാണം കഴിഞ്ഞ് നമ്മൾ മൊബൈലും കൊടുത്തുപോയി.